AKG പഠന ഗവേഷണ കേന്ദ്രത്തിൽ സഖാവ് പുഷ്പന്റെ ഒരു പുസ്തക പ്രകാശന ചടങ്ങ് അല്പസമയം മുമ്പ് നടന്നിരുന്നു. ആ ചടങ്ങിൽ പുസ്തകം പ്രകാശനം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹം സ്റ്റേജിൽ വന്നിരുന്നതിന് ശേഷം മാധ്യമപ്രവർത്തകർ ഇരിക്കുന്ന ഭാഗത്തേക്ക് ചോദിച്ച് നിങ്ങൾ ഇതിനകത്ത് ആദ്യമല്ലേ എന്നൊരു ചോദ്യം പറഞ്ഞു. സത്യത്തിൽ ഇവിടെ വർഷങ്ങളായി മാധ്യമപ്രവർത്തനം നടത്താത്ത ഒരാളെന്ന നിലയിൽ എന്തുകൊണ്ടാണ് CM അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് എന്ന് മനസ്സിലായില്ല. പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് ഇത് CPIMന്റെ സംസ്ഥാന കമ്മിറ്റി ഹാളായിരുന്നു. പുതിയ AKG സെന്ററിലേക്ക് മാറുന്നതുവരെ ഇതിനകത്ത് മാധ്യമപ്രവർത്തകർക്ക് ആദ്യമായി പ്രവേശനം കിട്ടിയത് ഇന്നാണ്. എന്ന് മാത്രമല്ല, ഇവിടുത്തെ ഓഫീസിലെ ജീവനക്കാരോട് ചോദിച്ചപ്പോൾ അവർ പോലും ഇതിനകത്തേക്ക് കയറിയിട്ടില്ല. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്ക് മാത്രം പ്രവേശനമുള്ള ഒരു ഹാളാണ് ഇതെന്ന് പറഞ്ഞു. ഇത് AKG സെന്റർ അപ്പുറത്തെ സ്ഥലത്തേക്ക് മാറിയ സമയത്ത് ഈ ഹാളിൽ മറ്റു പരിപാടികൾ നടക്കുന്നു. ഒരുപക്ഷെ വലിയൊരു മാധ്യമങ്ങൾ അടക്കം കയറുന്ന ആദ്യ പരിപാടിയായിരുന്നായിരിക്കാം ഇത്. CMന്റെ ഒരു ചോദ്യത്തിൽ നിന്നുള്ള കൗതുകമാണ്. ഇതിനകത്തേക്ക് നിങ്ങൾ ആദ്യമാണല്ലോ എന്ന് ഞങ്ങളെ നോക്കി ചോദിച്ചു. അതെന്തെന്നറിയോ, ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുന്ന സ്ഥലമായിരുന്നു ഇത്. പുതിയ AKG സെന്റർ അപ്പുറത്ത് പണിയുന്നതിന് മുമ്പ് ഇവിടെയായിരുന്നു. ഇവിടെ നിങ്ങൾ പങ്കെടുക്കാതെ ഇവിടെ വരാതെ ഇവിടുന്ന് നിങ്ങളങ്ങ് ഊഹിച്ച് വാർത്ത കൊടുക്കാറുണ്ടല്ലോ. അതെ, നിങ്ങൾ കൽപ്പിത കഥകൾ നെയ്ത ആ സ്ഥലം ഇതാണ്. നിങ്ങൾ അത് നടന്നു, ഇത് ഇവിടെ വെച്ച് നടന്നു, ആ ചർച്ച നടന്നു, ഈ ചർച്ച പറയല. അത് ഇവിടെയാണ്. പക്ഷേ ഈ ഹോള് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല, നിങ്ങളിപ്പോഴല്ലേ കാണുന്നത്. മനോഹരമായി CM പറഞ്ഞാണ് പണിയായിരുന്നത്. കൃത്യമായി നിങ്ങളെ പറഞ്ഞതാണ്. നിങ്ങൾ ആദ്യമായിട്ടില്ല കയറുന്നത്, വേറെ ആരെല്ലാം. അപ്പൊ അതുകൊണ്ട് തന്നെ CM പറഞ്ഞതാണ്. ഹോളില്ലത് പോലും നിങ്ങൾക്ക് അറിയില്ലല്ലോ. ഇവിടെ ഈ ഹോള് തന്നെ ഒരു പക്ഷേ കമ്മിറ്റി കൊടുത്ത് അറിയാം അവർക്ക്, പക്ഷെ ഈ ഹോള് കണ്ടിട്ടില്ല. ഇതിനകത്ത് ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുന്ന സ്ഥലമായിരുന്നു. യഥാർത്ഥത്തിൽ മറ്റൊരു കമ്മിറ്റികൾ ഇവിടെ നടക്കാറില്ല. ആ കാലത്ത് CPMന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് AC ആക്കി എന്നൊക്കെ പറഞ്ഞ് വിവാദം വരുന്നത് കൊണ്ട് ഒരുപക്ഷെ ഞങ്ങളെ കയറ്റാതിരുന്നതാവാൻ അതല്ല. ഇത് പഠിത്തല്ല. ഇതിനറിയുമോ, ഇതിനു മുമ്പ് താഴെയായിരുന്നു പാർട്ടി സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്നുകൊണ്ടിരുന്നത്. പിന്നീട് ഇതിനകത്തൊരു നവീകരണ പ്രവർത്തനം പൊതുവിൽ നടക്കുമ്പോഴാണ് ഇങ്ങോട്ടേക്ക് മാറ്റിയത്. പിന്നെ ഇത് ഏറ്റവും മുകളിലത്തെ ഹാളാണല്ലോ. മുകളിലത്തെ ഹാളിൽ ഇത്തരം സൗകര്യങ്ങൾ നന്നായിട്ട് ഒരുക്കുകയായിരുന്നു. പിന്നെ ഇപ്പോഴ് ഇതിനേക്കാൾ സൗകര്യമുള്ള അപ്പുറത്തേക്ക് പുതിയ കെട്ടിടത്തിലേക്ക് മാറി. അപ്പൊ DYFIയുടെ ജില്ലാ കമ്മിറ്റി ചേരാൻ പോകാൻ തോന്നുന്നു. ആദ്യമായിട്ടായിരിക്കും ഇവിടെ ഫസ്റ്റ് ജില്ലാ കമ്മിറ്റി യോഗം ഇവിടെ വെച്ച്. സാധാരണ നമ്മുടെ യോഗങ്ങൾ DYFIയുടെ ഓഫീസിലാണ് ചേരാം. ഇവരിപ്പോ തൽക്കാലം തിരുവനന്തപുരത്തെ സഹാക്കളാണല്ലോ ഇവിടെ ഒരുമിച്ച് കൂടിയത്. അപ്പൊ ഇവർക്ക് വരുന്ന ദിവസത്തെ ഇവരുടെ പരിപാടി അല്ല, ഞാൻ ചോദിച്ചാൽ ഇവിടുത്തെ ഫസ്റ്റ് ആയിരിക്കുമല്ലേ ഇവിടെ? തീർച്ചയായിട്ടും. അതെ. പരിപാടിക്ക് ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു യോഗം, വേറൊരു സംഘടനയുടെ യോഗം ഇവിടെ ഇരുന്ന് കൂടുന്നത് ആദ്യമായിട്ടായിരിക്കും. അതാണ് ഈ പരിപാടി ഹാളിന് വലിയ പ്രത്യേകതയുണ്ട്. അതിന്റെ ഒരു ഹിൻസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നമ്മുടെ മുഖത്തേക്ക് നോക്കി ആദ്യം ചോദിച്ചു. അതിൽ നിന്നാണ് ഇങ്ങനെ ഒരു കൗതുകം മനസ്സിലാകുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് നന്ദുവിനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.